ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയം വെച്ച കീഴ്ശാന്തി റിമാൻഡിൽ. പണയം വെച്ച ആഭരണങ്ങൾ പന്തളത്തെ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തി. സംഭവമറിഞ്ഞെത്തിയ ഭക്തജനങ്ങൾ ദേവസ്വം ഓഫീസ് വളഞ്ഞ് ശാന്തിക്കാരനെ തടഞ്ഞുവെച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ 55 ഗ്രാമിന്റെ കൂട്ട സ്വർണ്ണത്താലി മോഷണം പോയിരുന്നു. പന്തളം കുളനട പ്ലാക്കോട്ട് മഠത്തിൽ മധുസൂദന ശർമ്മയാണ് കള്ളൻ. 5 പവൻ തിരുവാഭരണങ്ങളാണ് കീഴ്ശാന്തി മോഷ്ടിച്ച് പണയം വെച്ചത്. പുതിയ കീഴ്ശാന്തി ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം മനസ്സിലായത്. തുടർന്ന് കീഴ്ശാന്തി താമസിച്ചിരുന്ന വീടുകൾ പരിശോധിച്ചപ്പോൾ പന്തളത്തെ പണമിടപാട് സ്ഥാപനങ്ങളിലെ രസീത് കിട്ടി. വിവരമറിഞ്ഞ് പ്രകോപിതരായ ജനങ്ങൾ ഓഫീസ് വളഞ്ഞ് ശാന്തിക്കാരനെ തടഞ്ഞുവെച്ചു. 6 മാലകളാണ് കീഴ്ശാന്തി മോഷ്ടിച്ചു കൊണ്ടുപോയത്. താഴമൺ കുടുംബം നടക്കിവെച്ച 8 പവന്റെ കൂട്ടത്താലിമാല കാണാതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ഇത് ഇതുവരെ കണ്ടെത്താനായില്ല. പകരം ഇതേ തൂക്കമുള്ള മാല നടക്കിവെച്ചാണ് താൽക്കാലികമായി പരിഹാരം കണ്ടെത്തിയത്. അതിനിടെയാണ് പുതിയ സംഭവം. 2 മാസം മുൻപാണ് കള്ളൻ മധുസൂദന ശർമ്മ ചെങ്ങന്നൂർ അമ്പലത്തിൽ ശാന്തിയായി എത്തിയത്. ഇന്നലെ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് പന്തളത്തെ പണമിടപാട് സ്ഥാപനങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തി. പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുത്തു. മനോരമ ന്യൂസ്, ആലപ്പുഴ.